UDF ഗവൺമെൻറ്റിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് സർക്കാരിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട നയപ്രഖ്യാപനം ഒരു നയവുമില്ലാത്ത ഒരു കവലപ്രസംഗമായി തീർന്നു എന്നതാണ് അത്യന്തം ഖേദകരമായ സംഭവം. ഒരുപക്ഷെ കേരളത്തിൽ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോഴും ഓരോ ഗവൺമെൻറ്റും അവരുടെ നയപരമായ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുക പതിവുണ്ട്. എന്നാൽ 55 പേജുകളിൽ 87 ഖണ്ഡികകളായി കൊടുത്തിട്ടുള്ള ഈ നയപ്രഖ്യാപനം ഒരു പുതിയ ഗവൺമെൻറ് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറികടക്കുക എന്ന വാക്ക് ഞാൻ വളരെ സൂക്ഷ്മമായി പ്രയോഗിച്ചതാണ്. കേരളത്തിൽ ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ, സാമ്പത്തികമായിട്ടുള്ള ഉപരോധത്തെ മറികടക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ ഒരു പ്രക്രിയയുണ്ട്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇത്തരം പ്രശ്നങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്, UDFൻ്റെ നിലപാടെന്താണെന്ന് പോലും വ്യക്തമാക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർബലപ്പെട്ടു പോയി. കേന്ദ്ര ഗവൺമെൻറ്റിനെ എന്തിനേറെ പറയുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി സർക്കാർ എന്താണ് എഴുതി കൊടുക്കുന്നത് അത് വായിക്കാൻ ഭരണഘടനാപരമായി ചുമതലപ്പെടുത്തിയ ഗവർണറെ പോലും നോവിക്കാതെ എത്ര അനുകമ്പാപൂർണവും എത്ര സ്നേഹപൂർവവുമായൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഗവർണറോടും കാണിക്കാൻ പറ്റും എന്നല്ലേ ഈ നയപ്രഖ്യാപനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഈ നയപ്രഖ്യാപനത്തിൻ്റെ 5ാം ഖണ്ഡികയിൽ ഗവർണർ തന്നെ പറയുന്നുണ്ട്, പൊതുധനകാര്യം കടുത്ത പ്രതിസന്ധിയിലാണ്, പൊതുധനകാര്യം കടുത്ത സമ്മർദ്ദത്തിലാണ്, യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് സാധാരണ കുടുംബങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന 5ാമത്തെ പാരഗ്രാഫിലെ സംഭവങ്ങളുടെ യഥാർത്ഥ കാരണമെന്താണ് എന്ന് വെളിപ്പെടുത്താൻ, ആ സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നതാണ് UDFൻ്റെ നിലപാട് എന്ന് വ്യക്തമാക്കാൻ UDFൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വേണ്ടേ? 5 കൊല്ലം കേരളം ഭരിക്കാൻ, ഭരണപരമായി അതിൻ്റെ മുന്നോട്ട് പോകാൻ ജനങ്ങളുടെ വലിയ പിന്തുണ ലഭ്യമായ ഒരു ഗവൺമെൻറ് പ്രകടന പത്രികയിൽ അവതരിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം, ഇന്ദിരാ ഗ്യാരണ്ടി പോലെ സാധ്യമാകുമോ ഇല്ലയോ എന്നും എന്നാണ് ആരംഭിക്കുക എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കാരണങ്ങൾ അതുപോലെ അച്ചടിച്ചു വെച്ച് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ നയമെന്താണെന്ന് പ്രഖ്യാപിക്കാതെ പോയി എന്നുള്ളതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഏറ്റവും അപമാനകരമായ കാര്യം. കഴിഞ്ഞ അവസാനം നാം അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലും കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തി. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം ഉൾപ്പെടുന്ന 2025-26 സാമ്പത്തിക വർഷത്തിൻ്റെ ആ ക്വാർട്ടലിൽ കേരളത്തിന് കിട്ടേണ്ട പണം, കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി, ഇതെല്ലാം വല്ലാത്ത വിധത്തിൽ മാറ്റി കേരളത്തിൻ്റെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ഒട്ടേറെ നടപടികളിലൂടെ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നിലപാടിനെക്കുറിച്ച് ഭരണകൂടത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുന്നതിൽ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണുന്നത് ഭരണപരമായ പ്രശ്നമാണ്. എല്ലാ മുഖ്യമന്ത്രിമാരും കാണും. അത് ഏത് പ്രധാനമന്ത്രി, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായാലും കാണും, കാര്യങ്ങൾ പറയും, കേരളത്തിന് വേണ്ടി ബാധിക്കും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴും ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്തതിൻ്റെ 25% 5500ഓളം കോടി രൂപ കേരളത്തിലെ കഴിഞ്ഞ ഗവൺമെൻറ് ചെലവഴിച്ചത് ഞങ്ങളുടെ കടമെടുക്കാനുള്ള പരിധിയെ ബാധിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചു. എന്തുകൊണ്ട് ആ ആവശ്യം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉന്നയിക്കാനും അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയമായിട്ടുള്ള മുന്നേറ്റത്തിന് ഈ ഗവൺമെൻറ് നേതൃത്വം നൽകും എന്ന് പറയാനും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് മടിക്കുന്നത്? ആരെയാണ് ഈ ഗവൺമെൻറ് പേടിക്കുന്നത്? കേരളത്തിലെ ഗവർണറുടെ കയ്യിൽ എണ്ണമറ്റ ജനകീയ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഇരിക്കുകയാണ്. ആ ബില്ലുകളിൽ നല്ലൊരു ശതമാനം ഏകകണ്ഠമായി കേരളത്തിൻ്റെ നിയമസഭ പാസാക്കിയതാണ്. ആ ബില്ലുകൾ കേരളത്തിലെ ഗവർണർ ഒപ്പിടാത്തതിനെതിരായി സുപ്രീം കോടതിയിൽ കേരളം കേസിന് പോയിരിക്കുകയാണ്. ആ ബില്ലുകളോട് അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണോ ആ കാര്യം പറയാത്തത്? ഏതെങ്കിലും വിധത്തിൽ സ്വന്തമായി ഒരു ചെറിയ ഭൂമിയോ
ഒരു കൊച്ചു കൂരയോ മാത്രമുള്ള ഒരു കുടുംബത്തിൽ ഏക കിടപ്പാട സംരക്ഷണ നിയമത്തിലൂടെ എന്തു ജപ്തി വന്നാലും ആ കൂരയെങ്കിലും സംരക്ഷിച്ചു നിർത്തണം എന്ന ബില്ല് കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കി ഗവർണറുടെ മുമ്പിലിരിക്കുകയാണ്. ആ ഗവർണറുടെ മുമ്പിലിരിക്കുന്ന ബില്ല് ഒരു പാവപ്പെട്ട മനുഷ്യന് തൻ്റെ കിടപ്പാടം സംരക്ഷിക്കാൻ സർക്കാർ അനുവാദം തരുന്നൊരു ബില്ല് എന്തുകൊണ്ടാണ് ഗവർണർ ഒപ്പിടാത്തത്? ഭൂമിയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി കാണുന്ന അധിക ഭൂമി ക്രമീകരിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി തയ്യാറാക്കി സഭ ഏകകണ്ഠമായി അംഗീകരിച്ച സെറ്റിൽമെൻറ്റ് ആക്ട് എന്തുകൊണ്ടാണ് ഗവർണർ ഒപ്പിടാത്തത്? ഇങ്ങനെ പല ബില്ലുകളിലും ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെതിരായി സുപ്രീം കോടതി വരെ പോയ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ അതേ നിലപാട് തന്നെയാണോ? ഈ ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാട് ശരിയാണോ? ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം പറയാൻ ഇത്ര പേടിക്കുന്നത്? സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ലോക്ഭവൻ്റെ തീരുമാനം ശിരസ വഹിച്ചുകൊണ്ട് പൂർണ്ണമായും വന്ദേ മാതരം പാടിയതു മുതലാരംഭിച്ച സന്ധിയും സ്നേഹവും തഴുകലും തലോടലും അതുപോലെ നിലനിർത്തുന്നത് ഒരു കാരണവശാലും ഗുണകരമാകില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്ന് അവതരിപ്പിക്കപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 55 പേജുകളുള്ള ഈ നയപ്രഖ്യാപനം ഏതെങ്കിലും വിധത്തിൽ കേരളത്തിൽ വരുന്ന 5 കൊല്ലമോ ആദ്യ കൊല്ലമോ നടത്താൻ പോകുന്ന ഇടപെടലുകളെ നയപരമായി സമീപിക്കുന്ന ഒരു വകുപ്പിൻ്റെയും നടപടി കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. തീർച്ചയായിട്ടും ആ നയങ്ങൾ ഉണ്ടാക്കിയേ മതിയാകൂ. കേരളത്തിൽ അപകടകരമായ വിധത്തിൽ ഇപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിയമങ്ങളെ മാറ്റാൻ ജുഡീഷ്യൽ കമ്മീഷൻ വയ്ക്കുന്നു എന്നതുൾപ്പെടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലെ കുടിയേറ്റക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവർക്ക് കുറച്ചുകൂടി അധികാരം നൽകുന്ന ഏതെങ്കിലും ഒരു ഭേദഗതിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, തുറന്ന മനസ്സോടെ അക്കാര്യം ചർച്ചയ്ക്ക് വിധേയമാക്കും. എന്നാൽ കയ്യേറ്റക്കാരെ സഹായിക്കാനും അവർക്ക് ഒരു കാരണവശാലും ലഭ്യമാകാൻ പാടില്ലാത്ത കയ്യേറ്റ ഭൂമി കൊടുത്തേൽപ്പിക്കാനുമുള്ള കച്ചവടത്തിനാണ് ആ ഭേദഗതികൾ കൊണ്ടുവരുന്നതെങ്കിൽ ശക്തമായി എതിർക്കേണ്ടി വരും. ഇവിടെ തോട്ടത്തിൻ്റെ തരം മാറ്റലുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള തരം മാറാതെ നടത്തുന്ന ചില ഭേദഗതികളെക്കുറിച്ച് പറഞ്ഞു. ഒരു സംശയവും വേണ്ട, അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ 81-ാം വകുപ്പിൻ്റെ 4-ാം ഭാഗമായി 2005-ൽ കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ചു തന്നെ 5% മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാം. അതിലേതെങ്കിലും വിധത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം തോട്ടങ്ങളാകെ കച്ചവട ലോബിക്കും ഭൂമി കച്ചവടക്കാർക്കും വേണ്ടി വിട്ടുതുലയ്ക്കാനുള്ള നടപടിക്രമമാണ് വരുന്നതെങ്കിൽ അത് ഗുരുതരമായി കാണേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ സാധാരണ മനുഷ്യരോടുള്ള നിലപാട് ഏതെങ്കിലും വിധത്തിൽ പ്രകടിപ്പിക്കാവുന്ന ഒരു നയപ്രഖ്യാപനമല്ല നടന്നിട്ടുള്ളത്. ആ നയങ്ങൾ ഇനി വിശദമായ ചർച്ചയ്ക്ക് സഭയിൽ വിധേയമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സർക്കാരിന് പറയേണ്ടി വരും. ഇത് കേവലം നയപ്രഖ്യാപനത്തിൻ്റെ പേരിൽ കേന്ദ്രത്തെ പേടിച്ച് ഗവർണറെ സുഖിപ്പിച്ച് നടത്തിയ ഒരു കവലപ്രസംഗം മാത്രമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ഗൗരവമായി കാണുന്ന കാര്യം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുക കൂടി ചെയ്യുകയാണ്.